ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും കണ്ടിട്ട് മനസ്സിലായി ഉണ്ടാവില്ലല്ലേ എന്ത് മീനാന്നുള്ളത്. ഞങ്ങൾ പറയുന്നതിന് കീരി എന്നാണ് കേട്ടോ. നമ്മളെന്താ പറയാറില്ല. അത് കുറച്ച് പണിയുണ്ട് മക്കളെ, അത് മുറിച്ച് നന്നാക്കാൻ. ഭയങ്കര ഇതിൻ്റെ ഇതാണ്. ഇത് മുറിക്കാനോ തോലുരിക്കാനാണ്, തോലുരിക്കണോ ചുണങ്ങൊക്കെ ഭയങ്കര ഉറപ്പാണ്. മുള്ളൊക്കെ കുറച്ച് പണിയുണ്ട്. ഈ മുള്ളൊക്കെ അതൊക്കെ ഒന്ന് ചെത്തിയെടുക്കാൻ എന്താ അറിയുക, കത്തിരി കൊണ്ട് വെട്ടിയെടുക്കണം. എന്നാലും ഭയങ്കര ഉറപ്പാണ്. എന്തായാലും മുറിക്കാണ്ട് കൊണ്ടുവന്നതല്ലേ. ഇപ്പം എൻ്റെ പണിയായി. ഞാൻ എല്ലാ മീനും മുറിക്കും. ആ കാര്യം കൊണ്ട് ചിലപ്പോൾ മുറിക്കാണ്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരും. എന്നായിക്കോട്ടെ, അതൊക്കെ മുറിച്ച് റെഡിയാക്കട്ടെ കേട്ടോ. അതിൻ്റെ ജറകു തലിയൊക്കെ വെട്ടി ഇനി നമുക്ക് ഇതൊക്കെയാണ്. ഇത് പച്ചക്കറി ചെത്തുന്നതാണിത്. ഇതിൻ്റെ ഈ ഇതില്ലേ, ഇതിനെക്കൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് പോക്കണം കേട്ടോ. രണ്ട് കൈ കൊണ്ട് മുറിക്കാൻ ഇപ്പോൾ ഒരു കൈ കൊണ്ടേ കാട്ടുന്നുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ ഇതിനെക്കൊണ്ട് ചുണങ്ങണം, എന്നെങ്കിൽ ഇതിൻ്റെ ചുണങ്ങ് പോയി കിട്ടുള്ളൂ. അതിനകത്തെടുത്ത് വെച്ച് കേട്ടോ. മക്കളെയൊക്കെ മുറിച്ച് റെഡിയാക്കി. കുറച്ച് പാട് വിട്ട് കുസ്തി കൂടി എൻ്റെ അമ്മോ ഒക്കെ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി. ഇതൊന്നും കൂടെ കഴുകാണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒന്ന് വരണ്ടി കഴുകാണ്ട് അങ്ങനെ വൃത്തിയാക്കണത്. വൃത്തിയാക്കുന്നു. ഇത് ഞാൻ സുറുക്കി വെള്ളം സുറുക്ക ഒഴിച്ചെടുത്താട്ടാ. കുറച്ച് ഉപ്പും കല്ലും ഇട്ട് സുറുക്കി ഒഴിച്ച് വെള്ളത്തിൽ പുതർത്തിയിട്ടതാണിത്. ഒന്നും കൂടെ നല്ലോണം സുറുക്കലും ഉപ്പിലും കിടന്നുകാണ്ട് ഒന്ന് ഇതാവട്ടെ. എന്നതിൻ്റെ ശേഷം ഒന്നും കൂടെ ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഉപ്പ്, മുളക്, മഞ്ഞൾ, നല്ല ജീരകം, നുരുമ്പ്, പെരുംജീരകം, കുറച്ച് വെളുത്തുള്ളി ആട്ടിയത്, പച്ചമുളക്, കരിവേപ്പില, തക്കാളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഉപ്പിട്ട് കലക്കി വെച്ചിരിക്കുന്നു. ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കണം. അടുപ്പത്തേക്ക് വെച്ച് വേകുമ്പോഴത്തിന് തേങ്ങ ആട്ടിയെടുക്കണം കേട്ടോ. നല്ലോണം തിളച്ചിട്ടുണ്ട്. മുളകൊക്കെ വെന്തിക്കുന്നു. നമുക്ക് മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തല എടുത്താണ് കേട്ടോ. തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പൂവൊന്നും എടുത്തിട്ടില്ല. പൂവൊന്നും എടുക്കാൻ പറ്റില്ല. നല്ലോണം വേവട്ടെ. ഇല്ലേ ബാക്കി ഞാൻ കുറച്ച് പൊരിക്കാനാക്കി കേട്ടോ. അത് ഫുള്ള് എടുത്തിട്ടില്ല. കുറച്ച് പൊരിക്കാനാക്കിയതാണ്. കയ്യിലെടുക്കട്ടെ. ഓ എറിയൊന്നും ഉണ്ടായില്ല മുത്തേ. ഇതൊന്ന് ഇത്തിരി കഞ്ഞി കുടിക്കുക, എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. കഞ്ഞിവെള്ളം കുടിക്കാഞ്ഞാൽ എങ്ങനെയാണ്? ഇത് നല്ല പക്കട്ടെ മക്കളെ. പാത്തുവിനോട് സംസാരിച്ചാണ് ഞാൻ. ഒന്ന് നല്ലോണം വേവട്ടെ. മീനൊക്കെ നല്ലോണം തിളച്ച് ഇതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പിൻ്റെ അരിയും കൂടെ ഇട്ട് എന്നിട്ട് തേങ്ങ ആട്ടി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി തേങ്ങയും കൂടെ നമ്മൾ മഞ്ഞളും ചെറിയ ഉള്ളി ഇട്ടുകൊണ്ട് ആട്ടിയതാണ് കേട്ടോ. തേങ്ങ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് നല്ലോണം ഒന്ന് തുള്ളട്ടെ. നമ്മളെ കറിയൊക്കെ റെഡിയായി. എന്താ അറിയില്ലേ, ഇതാണ് പഞ്ഞി കേട്ടോ. മീനിൻ്റെ മുട്ട. മീനിൻ്റെ മുട്ടാണിത്. അങ്ങനെ നമ്മൾ കറിയൊക്കെ റെഡിയായി. വെന്തു. കറിയൊക്കെ വെന്തു റെഡിയായി കേട്ടോ. നല്ല മണം, ചോറ്, ടേസ്റ്റ്. കുറുങ്ങനുള്ള കറിയാണിത്. വെള്ളം പോലുള്ള അല്ല കേട്ടോ, കുറുങ്ങനുള്ള കറിയാണ്. വെള്ളപ്പൊക്കൊന്നും ആയിട്ടില്ല. അപ്പം ഓക്കെ. അങ്ങനെ നല്ലോണം ഒന്ന് വേകട്ടെ. വെള്ളമൊന്നും ഒഴിക്കണ്ട. അതിലുള്ള വെള്ളം തന്നെ മതി കേട്ടാ. മീൻകറിയും ഉപ്പേരിയും ഇന്ന് നമ്മളെ ഉച്ചക്കലത്തെ സംഭവ സാപ്പാടാണിത്. ഉപ്പേരിയും മീൻകറിയും കേട്ടോ മക്കളെ. കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ് മുത്തുമണികളെ.